ഹായ് ഫ്രണ്ട്സ്, അത്തം എന്നത് നമുക്ക് ഓണത്തിൻ്റെ കേളികൊട്ട് വരുന്ന ഒരു ദിവസമാണ്. എന്നാൽ ജ്യോതിശാസ്ത്രപരമായി അത്തം ഒരു നക്ഷത്രമാണല്ലോ. ഇത് ഒരു നക്ഷത്രമാണോ അതല്ല ഒന്നിൽ കൂടുതൽ നക്ഷത്രങ്ങളാണോ? നമുക്ക് നോക്കാം. വെൽക്കം ടു വാട്ടറിംഗ് ക്യൂരിയോസിറ്റി. അത്തം നക്ഷത്രത്തിൻ്റെ ജ്യോതിശാസ്ത്രപരമായ കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് ജ്യോതിഷത്തിൽ എന്താണ് അത്തത്തെക്കുറിച്ച് പറയുന്നത് നോക്കാം. ഇന്ത്യൻ അസ്ട്രോളജി അനുസരിച്ച് 27 നക്ഷത്രങ്ങളാണുള്ളത്. അതിൽ 13ാമത്തെ നക്ഷത്രമാണ് അത്തം. ചന്ദ്രൻ്റെ സഞ്ചാരം വീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭൂമിക്ക് ചുറ്റുമുള്ള ആകാശത്തെ 27 ഭാഗങ്ങളായി തിരിക്കുകയും അതിനോരോ പേര് ഇടുകയും ചെയ്തിരിക്കുന്നത്. ഇതിന് ചന്ദ്രരാശി അല്ലെങ്കിൽ ലൂണാർ മാൻഷൻ എന്നൊക്കെ പറയും. ഇത് ഓരോ നക്ഷത്രങ്ങളല്ല, ശരിക്കും ചെറിയ നക്ഷത്രത്തിൻ്റെ കൂട്ടങ്ങളാണ്. അതിൻ്റെ രൂപത്തിനനുസരിച്ചാണ് അങ്ങനെ അശ്വതി മുതൽ രേവതി വരെ പേരിട്ടിരിക്കുന്നത്. അതിൽ 13ാമത്തേതാണ് അത്തം. സംസ്കൃതത്തിൽ ഹസ്തം എന്നതിൻ്റെ തൽഭവ രൂപമാണ് അത്തം. കൈയുടെ ആകൃതിയിലുള്ള നക്ഷത്രക്കൂട്ടത്തിനാണ് അങ്ങനെ ഹസ്തം എന്ന് പേരിട്ടിരിക്കുന്നത്. അത് പിന്നീട് തൽഭവമായിട്ട്, അതായത് മലയാളത്തിൽ നമ്മൾ അത്തം എന്ന് വിളിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ കൃഷ്ണൻ എന്ന സംസ്കൃത വാക്കിനെ കിട്ടൻ ആക്കിയതുപോലെ നമ്മൾ ഈ 27 നക്ഷത്രക്കൂട്ടങ്ങളിലും അങ്ങനെ തൽഭവ രൂപങ്ങൾ പറയാറുണ്ട്. ചോതി എന്നത് സ്വാതി എന്ന സംസ്കൃത വാക്കിൽ നിന്നും, അതുപോലെ പൂഷ്യത്തിൽ നിന്നും പൂയവും, ശ്രാവണത്തിൽ നിന്നും തിരുവോണമൊക്കെ വന്നതുപോലെയാണ് ഹസ്തത്തിൽ നിന്നും അത്തം വന്നിരിക്കുന്നത്. എല്ലാ മലയാള മാസങ്ങളിലും അത്തം ഉണ്ടെങ്കിലും ചിങ്ങത്തിലെ അത്തത്തിനാണ് പ്രാധാന്യം. നമ്മൾ സാധാരണ ഓണത്തിൻ്റെ കേളികെട്ടൊക്കെ വരുന്നത് അത്തത്തോട് കൂടിയിട്ടാണ്. സൂര്യരാശി വെച്ച് പറയുകയാണെങ്കിൽ ചിങ്ങത്തിലെ അത്തം കന്നിരാശിയിലാണുള്ളത്. അത് കാലങ്ങളായി സംഭവിച്ച എന്തൊരു മാറ്റത്തിൻ്റെ ഭാഗമാണ്. അത് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പിന്നീട് പറയാം. ഇനി ജ്യോതിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ അത്തക്കാക്ക അഥവാ പോർണസ് എന്ന് പറയുന്ന കോൺസ്റ്റലേഷൻ, അതായത് നക്ഷത്ര സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള 5 നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചെറിയൊരു ആസ്ട്രോസത്തിനാണ്. ആസ്ട്രോസ് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്ന രൂപം, അതിനാണ് സാധാരണ അത്തം എന്ന് പറയുന്നത്. ഈ കോർവസ് എന്ന വാക്ക് ക്രോ എന്ന വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കാക്ക എന്ന രൂപം, അതായത് പണ്ട് പല രൂപങ്ങളും സങ്കല്പിച്ചിരുന്നു. അതിൽ കാക്കയുടെ രൂപമുള്ള വലിയൊരു നക്ഷത്ര സമൂഹത്തിൻ്റെ ചെറിയൊരു ഭാഗത്തിനാണ് നമ്മൾ അത്തം എന്ന് പറയുന്നത്. ഈ 5 നക്ഷത്രങ്ങൾ രഥമാണെന്നോ അതല്ല കൈയാണെന്നൊക്കെയുള്ള പല പല രൂപങ്ങൾ സങ്കല്പിച്ച് പോരുന്നുണ്ട്. കൈയാണെന്നുള്ള ഇതിലാണ് ഹസ്തം അത്തം ആയി വരുന്നത്. ഈ 5 നക്ഷത്രങ്ങൾ ആൽഫ കോർവി അഥവാ അൽച്ചിപ്പ്, ബീറ്റ കോർവി അഥവാ ക്രാസ്, ഗാമ കോർവി അഥവാ ഗിയാന, ഡെൽറ്റ കോർവി അഥവാ അൽഗുറ, എപ്സിലോൺ കോർവി അഥവാ മിങ്കർ എന്നിങ്ങനെയാണ് ജ്യോതിശാസ്ത്ര, അതായത് ഇന്റർനാഷണൽ അസ്ട്രോണമി യൂണിയൻ പേര് നൽകിയിരിക്കുന്നത്. നമ്മൾ വളരെ അകലെയുള്ള നക്ഷത്രങ്ങളാണ്. ഇതിൽ തന്നെ നമ്മളെ ഏറ്റവും അടുത്തുള്ള ആൽഫ കോർവി 48 പ്രകാശവർഷം അകലെയാണ്. അകലെയുള്ള എപ്സിലോൺ കോർവി 300 പ്രകാശവർഷം അകലെയുള്ള നക്ഷത്രമാണ്. അതുപോലെ തന്നെ ഇതെല്ലാം സൂര്യനേക്കാൾ വലിയ, പിണ്ഡത്തിന്റെ കാര്യത്തിലും വലിയ നക്ഷത്രങ്ങളാണ്. അതിൽ ഏറ്റവും പിണ്ഡം കുറഞ്ഞ നക്ഷത്രമായ ഡെൽറ്റ കോർവി തന്നെ 2.5 മടങ്ങ് സൂര്യനേക്കാൾ വലുപ്പമുള്ളതാണ്. ഏറ്റവും വലിയ നക്ഷത്രമായ ഗാമ കോർവി 4 ഇരട്ടി, സൂര്യനേക്കാൾ 4 ഇരട്ടി പിണ്ഡം ഉള്ള നക്ഷത്രമാണ്. ഇനി പ്രകാശത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രകാശം കുറഞ്ഞ ആൽഫ കോർവി തന്നെ 4 ഇരട്ടി പ്രകാശം, സൂര്യനേക്കാൾ 4 ഇരട്ടി പ്രകാശമുണ്ട്. അതിലേറ്റവും പ്രകാശം കൂടിയ ഗാമ കോർവിക്ക് സൂര്യനേക്കാൾ 300 ഇരട്ടി പ്രകാശമുള്ള നക്ഷത്രങ്ങളാണ്. അപ്പോൾ അത്തം എന്നത് നമ്മൾ സാധാരണയായിട്ട് അത്തപ്പൂക്കളവും അത്തച്ചമയവും അതുപോലെ അത്തം ഒരു ദിവസമൊക്കെ ആയിട്ട് കാണുന്നതോടൊപ്പം തന്നെ ഇത് പ്രപഞ്ചത്തിലെ 5 നക്ഷത്രങ്ങൾ സൃഷ്ടിക്കുന്ന വലിയ, സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങൾ, 5 വലിയ നക്ഷത്രങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ദൃശ്യവിസ്മയം കൂടിയാണ് എന്ന കാര്യം കൂടി ഓർക്കുക. മറ്റൊരു കൗതുകപരമായി വീണ്ടും വരുന്നവരെ നമസ്കാരം.